ഒരു പദ്ധതിക്ക് നാം എത്രത്തോളം പ്രാധാന്യം നൽകുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം ഏതാണെന്ന് ചോദിച്ചാൽ, ആ പദ്ധതിക്ക് വേണ്ടി നമ്മൾ എത്ര പണം നീക്കിവെച്ചു, എത്ര സമയം നമ്മൾ നീക്കിവെച്ചു എന്ന് പരിശോധിച്ചാൽ. ചില ആളുകൾ ചില കാര്യങ്ങളെ പറ്റി വാദോരാതെ സംസാരിക്കും. പക്ഷെ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു പദ്ധതി ഉണ്ടാക്കുമ്പോൾ ആ പദ്ധതിക്ക് അതിൽ എത്ര പണമാണ് വകയിരുത്തിയത് അത് നോക്കിയിട്ടാണ് അതിനുള്ള ആത്മാർത്ഥത നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പൊ ഗവൺമെന്റ് ഒക്കെ പലപ്പോഴും ബജറ്റ് വെക്കാറുണ്ട് വർഷത്തിലൊരിക്കൽ. ആ ബജറ്റ് വലിയ തോതിൽ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യാവും. എന്താ ചർച്ച ചെയ്യാൻ കാരണം? അത് ഓരോന്നിനും എത്ര പ്രാധാന്യം കൊടുത്തു എന്ന് ആ ബഡ്ജറ്റിൽ പണം വകയിരുത്തിയത് നോക്കിയിട്ട് നമ്മൾ വിലയിരുത്തി. വലിയ സംഭവമായിട്ട് പറഞ്ഞ സംഗതിക്ക് ആ ഒരു 10 ലക്ഷം രൂപ മാത്രമേ അവിടെ വകയിരുത്തിയിട്ടുള്ളൂ. അത് നടക്കാൻ പോണില്ലാതെ അപ്പത്തിന് തീരുമാനിക്കുന്നു. അതുപോലെ സമയം അങ്ങനെ തന്നെ. ഇവിടെ നമുക്ക് ശാശ്വതമായി ജീവിക്കാനുള്ളത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം നമുക്ക് ശാശ്വതമായി ജീവിക്കാനുള്ളത് ഈ ദുനിയാവിലല്ല. ഇതൊരു അറ്റാക്ക് ഉണ്ടായാൽ പോയി, അത്രേ ഉള്ളൂ. ഇന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ വെച്ചുത്തി വീണാൽ മതി, കഴിഞ്ഞു. നമുക്ക് ശാശ്വതമായിട്ട് ജീവിക്കാനുള്ളത് പരലോകത്താണ്. അപ്പൊ ഒരു വിശ്വാസി ശരിക്ക് പരലോകത്തേക്കുള്ള പാഥേയമാണ് യഥാർത്ഥത്തിൽ അവൻ മുന്നൊരുക്കത്തിൽ പ്രധാനമായി കാണേണ്ടത്. അതിനായിരിക്കണം അവന്റെ സമയത്തിലെ നല്ലൊരു ഭാഗം അവൻ ചെലവഴിക്കേണ്ടത്. അതിനായിരിക്കണം അവന്റെ സമ്പത്തിലെ നല്ലൊരു ഭാഗം അവൻ നീക്കിവെക്കേണ്ടത്. ഞാൻ വളരെ വിമർശനാത്മകരമായി എന്നോടും നിങ്ങളോടും ചോദിക്കുക, നമ്മൾ ഈ പരലോകത്തിന്റെ വിഷയത്തിൽ എത്രത്തോളം നമ്മുടെ സമയം നമ്മൾ കൊടുക്കുന്നുണ്ട്, എത്രത്തോളം നമ്മൾ നമ്മുടെ പണം കൊടുക്കുന്നുണ്ട്? ഇത് നമ്മൾ ഒരു ആത്മവിചിന്തനത്തിന് നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. പലപ്പോഴും അത് കുറവാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഞാൻ അതിന് ഒരു എക്സാമ്പിൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്, ഒരു ഉദാഹരണം. അത് നമ്മളെ കുട്ടികൾ 2 വിദ്യാഭ്യാസമുണ്ട്. ഒന്ന് അവരുടെ ഭൗതിക വിദ്യാഭ്യാസമുണ്ട്, മതവിദ്യാഭ്യാസമുണ്ട്. ഈ ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മരിക്കുന്നത് വരെയുള്ള പരിപാടി. അതിപ്പോ ഒരു കുട്ടിയെ MBBS കിട്ടി, ഹൗസ് സർജൻസി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അതിന്റെ PG കിട്ടി, ഒക്കെ റെഡിയായി ഒരു ജോലിയിൽ കയറാനുള്ള സമയമാകുമ്പോ ആ കുട്ടി മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ സർട്ടിഫിക്കറ്റ് ആർക്കും ഉപകാരപ്പെടും? ഒരാൾക്ക് ഉപകാരപ്പെടും. അതെല്ലാ ജോലിയും അങ്ങനെ തന്നെ. കഷ്ടപ്പെട്ട് PSC എഴുതി എൻട്രൻസ് കോച്ചിങ്ങിന് പോയി ഒക്കെ പഠിച്ചുണ്ടാക്കിയിട്ട് അവസാനം ആ ജോലിക്ക് കയറാൻ സമയത്ത് ആ ആൾ ആക്സിഡന്റ് പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ആവശ്യം. എത്ര സംഭവങ്ങൾ അങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് നിസ്സാരമല്ല. ഇത് നമ്മൾ മരിക്കും വിചാരിച്ചുകൊണ്ട് പഠിക്കാക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ പഠനത്തിന് കൊടുക്കുന്ന പ്രാധാന്യം മരിച്ചാൽ പിന്നെ മരണമില്ലാത്ത പരലോകം, വല്ലാത്തതും ഏറ്റവും നല്ലതുമെന്നും പരലോകം. അത് പിന്നെ മരിക്കൂല അവിടെ. പിന്നെ സ്വർഗ്ഗമാണെങ്കിൽ സ്വർഗം, നരകാണെങ്കിൽ നരകം. അവിടേക്ക് വേണ്ടി നമ്മളെ മക്കൾക്ക് നമ്മൾ എത്ര സമയം കൊടുക്കുന്നുണ്ട്, എത്ര പൈസ കൊടുക്കുന്നുണ്ട്? ഇത് നമ്മൾ ഓരോരുത്തരും ഒന്ന് വിമർശനാത്മകമായി ചിന്തിക്കേണ്ട. 4 വയസ്സുള്ള 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പോകാൻ വേണ്ടി ആ കുട്ടിക്ക് ഓട്ടോറിക്ഷക്കും വാഹനത്തിനും വാനിനും അതോടൊപ്പം അതിന്റെ ബാഗിനും കൊടക്കും പുസ്തകത്തിനും അതിന്റെ ഫീസും ഒക്കെ കൂടിയാൽ 3000 4000 ഒക്കെ കൊടുക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അതേ കുട്ടിക്ക് നാളെ പരലോകത്തേക്കുള്ള ശരിയായ മതപഠനം, ഖുർആൻ പഠനം, ഖുർആൻ മര്യാദക്ക് ഓതാന്, അതിന്റെ അർത്ഥം മനസ്സിലാക്കാന്, നിസ്കാരം മര്യാദക്ക് പഠിക്കാന്, അത് ഒളു ശരിയായ രീതിയിൽ പഠിക്കാന്, എങ്ങനെയാണ് മയ്യത്ത് നിസ്കരിക്കേണ്ടതെന്ന് പഠിക്കാന്, എന്താണ് വാപ്പാനോടും ഉമ്മാനോടും പെരുമാറേണ്ടതെന്ന് പഠിക്കാന്, ആ ദീന് പഠിക്കാൻ എത്ര സമയം? അത് പണ്ടൊക്കെ 3-4 മണിക്കൂർ ഉണ്ടായിരുന്നു രാവിലെ. അത് പിന്നെ 3 2 1 മണിക്കൂറാണ്. ആ 1 മണിക്കൂറിനിടയിൽ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ടാവും. അതിന് കൊടുക്കണ കാശ് എത്ര? അത് 300, 400, 500 അല്ലേ? ഇതൊക്കെയാണ് അതിന്റെ ഒരു ഫീസ്. ആ ഫീസ് വാങ്ങി കിട്ടണമെങ്കിൽ എത്ര സമയം വേണം? അതെന്തോ അത് വേറെ കമ്മിറ്റിക്കാർ ചെയ്യേണ്ട ഒരു പണിയാണ് എന്നുള്ളൊരു ധാരണ ഇപ്പോഴും സമൂഹത്തിലുണ്ട്. എന്താ ആ ധാരണ സ്കൂളിലില്ലാത്തത്? സ്കൂളിൽ ഏത് നിയമം കൊണ്ടെന്നാലും എത്ര ഫീസ് വർദ്ധിപ്പിച്ചാൽ ചോദ്യമില്ലാതെ കൊടുക്കുമല്ലോ. അത് പ്രയോറിറ്റിയുടെ പ്രശ്നമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു പദ്ധതിക്ക് പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതിനോട് എത്ര ആത്മാർത്ഥതയുണ്ട് എന്ന് തെളിയുന്നത് അതിന് നമ്മൾ ചെലവഴിക്കുന്ന പണവും സമയവുമാണ് പ്രധാനം. അതിന് കൊടുക്കുന്ന സമയവും പണവും നമ്മൾ വളരെ കുറവാണെന്നെങ്കിൽ അത് നാട്ടുകാരൊക്കെ പാടെ ചെയ്തു തരേണ്ട പരിപാടിയാണ്. എങ്ങനെ മറ്റേ നാട്ടുകാർ ചെയ്യേണ്ടാത്തത്? അങ്ങനെയല്ലല്ലോ. ഇത് മദ്രസകൾക്കുള്ള വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്? ചെറിയ ഫീസേ വാങ്ങുള്ളൂ. ചെറിയ ഫീസേ വാങ്ങുമ്പോൾ ആ നിലക്കുള്ള അധ്യാപകരെ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പലപ്പോഴും ക്വാളിറ്റി ഇല്ലാത്ത അധ്യാപകർ വരും, ക്വാളിറ്റി ഇല്ലാത്ത പഠനം വരും.
പക്ഷെ അവിടെ ക്വാളിറ്റി ഉണ്ടാകണമെങ്കിൽ എന്തുകൊണ്ട് ഒരു മനുഷ്യനവിടെ മെനക്കെടണമെങ്കിൽ അയാൾക്ക് കാര്യമായി ശമ്പളം കൊടുക്കണം. ആ ശമ്പളം കൊടുക്കണമെങ്കിൽ രക്ഷിതാക്കൾക്ക് ഇത് കൊടുക്കാൻ കഴിയണം. അത് കൊടുക്കുമ്പോഴേ ആ സംഭവം നടക്കും. പക്ഷെ അതിലേക്ക് ശ്രദ്ധ പലപ്പോഴും ആളുകളൊന്നും പോകാറില്ല. ഇപ്പൊ നമ്മളെ മദ്രസ അധ്യാപകരെ മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ അവരൊരുപാട് പ്രയാസം സഹിച്ചുകൊണ്ടാണ് ആ രംഗത്ത് മുന്നോട്ട് പോകുന്നത്. ഒരു രാവിലത്തെ ഒരു സമയം 2 മണിക്കൂറാണെങ്കിലും 3 മണിക്കൂറാണെങ്കിലും എല്ലാ ദിവസവും അതിനെ എൻഗേജ് ആകുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതിനനുസരിച്ച് ആ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഒരുപാട് നമ്മൾ പച്ചക്കറി വാങ്ങുന്നിടത്തുനിന്നാണ് അവരും വാങ്ങുന്നത്. നമ്മൾ എണ്ണടിക്കുന്ന പമ്പും തന്നെയാണ് അവരും എണ്ണടിക്കുന്നത്. അതൊക്കെ വില കൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ചേർത്ത് പിടിക്കാൻ മദ്രസയും മദ്രസയുടെ കാര്യങ്ങളും അതിന്റെ വിഷയങ്ങളും ചേർത്ത് പിടിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അതിന് മദ്രസയുടെ ഈ കാര്യക്ഷമമാകണമെങ്കിൽ നമ്മുടെ മനോഭാവത്തിൽ കാര്യമായ മാറ്റം വേണം. അതിന് ക്വാളിറ്റിയുള്ള അധ്യാപകരെ വെക്കണം. അധ്യാപകരെ നമ്മൾ ചേർത്ത് പിടിക്കണം. അപ്പൊ അധ്യാപകരുടെ വിഷയത്തില് വീടില്ലാത്ത അധ്യാപകരുണ്ട്. നമ്മളെ കേരളത്തിലെ മൊത്തമാണ് ഞാൻ പറയുന്നത്. മര്യാദക്കൊരു വീട് വെക്കാൻ ഈ ശമ്പളം കൊണ്ട് കഴിയാത്ത ഇഷ്ടം പോലെ അധ്യാപകരുണ്ട്. വലിയ വീടല്ല, ഒരു 4 സെന്റിലുള്ള ഒരു വീടുണ്ടാക്കാനാണ് ഞാൻ ഈ പറയുന്നത്. ഒരു പുരുഷായുസ് മുഴുവൻ ഇപ്പൊ ഒരു പെരണ്ടാക്കാൻ എല്ലാവർക്കും അറിയാലോ അത്, അല്ലേ? അതേപോലെ തന്നെ അവരുടെ മരുന്ന്, രോഗമുള്ള ആളുകൾക്ക് ആ മരുന്നിന്റെ രംഗത്ത് പ്രയാസമുണ്ട്. അവരെ മക്കളെ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ രംഗത്ത് പ്രശ്നങ്ങളുണ്ട്. മദ്രസന്റെ ആ പ്രായമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു പെൻഷനോ പരിപാടിയൊന്നും ഇല്ലാതെ പിന്നെ ജീവിക്കാൻ മാർഗമില്ലാത്ത അവസ്ഥ. അപ്പൊ ഞാനത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യണം. നമ്മൾ അഡ്രസ് ചെയ്തിട്ടുണ്ട്. മദ്രസ അധ്യാപകർക്ക് വേണ്ടി വീട് വെച്ചു കൊടുക്കാനും അവർക്ക് ചികിത്സക്ക് വേണ്ടിയും അതുപോലെ തന്നെ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസ സഹായത്തിന് വേണ്ടിയും വാർദ്ധക്യ സമയത്ത് അവർക്ക് പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഫണ്ട് വർഷത്തിലൊരിക്കൽ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. പല ആളുകൾക്കും അത് ഓർമ്മ ഉണ്ടാവും. ആ കൊടുത്ത ആളുകൾക്ക് സന്തോഷിക്കാം. കാരണം എന്താ പറയുക, ആ കൊടുത്ത ഫണ്ടിൽ നിന്ന് ഇപ്പൊ നമ്മൾ 14 വീടുകൾ അധ്യാപകർക്ക് ഉണ്ടാക്കി കൊടുത്തു. 14 വീട് ഉണ്ടാക്കി കൊടുത്തു. അതോടൊപ്പം 26 വീടിന്റെ പണി ഇപ്പോ പല സ്ഥലങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് അടുത്ത ദിവസം പൂർത്തിയാവും. നിങ്ങൾ ആ കൊടുത്ത പൈസ കൊണ്ടാണ്. അള്ളാഹു അവർക്ക് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. പക്ഷെ നമുക്ക് ആർക്കൊരു ഓർമ്മ ഉണ്ടത് ആ പൈസ കൊടുത്ത് ഓർമ്മ. ഇതേപോലെ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ മറക്കും, പക്ഷെ അതിന്റെ ഗുണം അപ്പുറത്തുണ്ടാവും. ഒരുപാട് ആളുകളോട് ജീവിച്ചു പോകും. അതുപോലെ തന്നെ കുറെ ആളുകൾക്ക് നമ്മൾ മരുന്നിന്റെ സഹായം, വിദ്യാഭ്യാസ സഹായം, വാർദ്ധക്യ പെൻഷൻ ഒക്കെ നൽകിക്കൊണ്ടിരിക്കും. ഈ പദ്ധതി കുറച്ചുകൂടി വലുതാക്കി കൊണ്ടുവരണം. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയിൽ ഈ വിഷയത്തിലേക്ക് വേണ്ടിയുള്ള ധനസമാഹരണമുണ്ട്. അപ്പൊ ഇന്നത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളടക്കം കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എല്ലാവരും അടുത്ത വെള്ളിയാഴ്ച വരുമ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് ഇതിന് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവരണം. അത് ഇവിടുന്ന് QR കോഡ് അനുസരിച്ചും അല്ലാതെയും ഒക്കെ ഇവിടെ വാങ്ങാനുള്ള സൗകര്യം ഉണ്ടാവും. അത് നിങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുമാണ് ഞാൻ ആശയം. എങ്കിലേ ഈ മദ്രസ സംവിധാനത്തെ നമുക്ക് നിലനിർത്താൻ കഴിയുള്ളൂ. ഇവരെ പ്രൊട്ടക്ട് ചെയ്യുമ്പോഴേ അവർക്കും അതിനോടൊരു താല്പര്യവും ആത്മാർത്ഥതയൊക്കെ ഉണ്ടായി വരുള്ളൂ. അപ്പോഴേ നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളും കിട്ടും. ഇതെല്ലാം കൂടിയതാണെന്ന് ഈ കാര്യങ്ങളുടെ ഫലപ്രാപ്തി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ചുരുക്കത്തേ ഉള്ളൂ. കുറച്ച് മതരംഗത്തേക്കും വിദ്യാഭ്യാസ രംഗത്തേക്കും നമ്മുടെ ശ്രദ്ധ ഇതൊന്നുമല്ല, ഇതിന്റെ അപ്പുറത്തേക്ക് പോകേണ്ടതുണ്ട്. അത് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഇതിനു വേണ്ടിയാണ് ടീച്ചേഴ്സ് കെയർ എന്നാണ് ആ പദ്ധതിയുടെ പേര്. ആ പദ്ധതി വർഷത്തിലൊരിക്കലും ഒറ്റ കലക്ഷനാണ്, ഒരൊറ്റ ദിവസത്തെ കലക്ഷനാണ്. ആ ദിവസം എല്ലാ പള്ളികളിൽ നിന്നും കലക്ഷൻ എടുക്കും. ആ പണം കൊണ്ടാണ് ഈ വീടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സൽക്കർമ്മത്തിൽ എല്ലാവരും പങ്കാളികളാകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.